പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. പ്രതിഷേധം പലയിടത്തും ഉയരുന്നുണ്ട്. എല്ലാവരും പറയുന്നൊരു കാര്യം, മുസ്ലിംസിന് എന്തുകൊണ്ട് പൗരത്വം നൽകുന്നില്ല? ഈ ചോദ്യമാണ് ഉയരുന്നത്. അവർക്ക് പൗരത്വം ലഭിക്കുമോ? അവർ ഈ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ നാട് കടത്തപ്പെടുമോ എന്നുള്ളത്. എന്തായാലും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ നാട് കടത്തപ്പെടുക ഇല്ല എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകുന്നില്ല എന്നുള്ള ചോദ്യമാണ്. അതിന് വ്യക്തമായി തന്നെ ഇന്നലെ തെലങ്കാനയിലെ ഒരു റാലിയിൽ അമിത്ഷാ വ്യക്തമായി തന്നെ മറുപടി നൽകിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ലോകത്തെവിടെയുമുള്ള മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വത്തിനായി അപേക്ഷിക്കാം. 5 വർഷമാണ് അതിനുവേണ്ട യോഗ്യതയ്ക്ക് വേണ്ട അടിസ്ഥാനപരമായ കാര്യം. അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പൗരത്വത്തിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ ഹിന്ദു മുസ്ലിം വേർതിരിവില്ല. രണ്ടുപേർക്കും തുല്യ നീതി തന്നെയാണ്. 18 കോടി മുസ്ലിങ്ങൾക്കും ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കും ഒരു നീതി തന്നെയാണ് ഇവിടെ ഉള്ളത്. ആരോടും പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുകയുമില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇവിടെ ശ്രദ്ധേയപരമായ ഒരു കാര്യം, അമിത്ഷാ ഇത് പറയുമ്പോഴും ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ എടുത്തു പറയുന്നൊരു കാര്യം, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇവിടെ നിന്ന് വരുന്ന മുസ്ലിംസ് ഒഴിച്ചുള്ള മതന്യൂനപക്ഷങ്ങൾക്കാണ് ഇപ്പോൾ പൗരത്വം നൽകുന്നത്. അതായത് ലോകത്ത് എമ്പാടും ഉള്ള ഈ ബ്രിട്ടനിലോ അമേരിക്കയിലോ ഒക്കെ താമസിക്കുന്ന മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷിക്കാൻ യാതൊരു തടസ്സവുമില്ല. പക്ഷേ അവർ 5 വർഷം ഇന്ത്യയിൽ താമസിച്ചിരുന്നവരായിരിക്കണം എന്നാണ് ഈ വിജ്ഞാപനത്തിൽ എടുത്തു പറയുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുന്നു എന്നൊരു, അതായത് പുറത്തു നിന്നുള്ള, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യക്കാർ തന്നെയാണ്, മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും എല്ലാം ഇന്ത്യക്കാർ തന്നെയാണ്. പക്ഷേ വിദേശത്തുള്ള മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുന്നു എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്. അങ്ങനൊരു ചിന്ത പോലും കേന്ദ്ര സർക്കാരിനില്ല. വിദേശത്തുള്ള ഏത് മുസ്ലിമിനും ഇന്ത്യയിൽ പൗരത്വത്തിനായി അപേക്ഷിക്കാം. പക്ഷേ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്ക് ഏതായാലും പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.